ജന്മം കൊണ്ട് എങ്ങനെയാണ് ജാതി ഉണ്ടാകുന്നത്? വജ്രസൂചിക ഉപനിഷത്ത് എന്ന ഒരു മുഴുവൻ ഉപനിഷത്തും ഇതിനായി സമർപ്പിച്ചിരിക്കുന്നു. ശിഷ്യൻ ഋഷിയോട് ചോദിക്കുന്നു, എന്താണ് ജാതി? ഋഷിമാർ വളരെ രസികന്മാരായിരുന്നു. ശിഷ്യന്മാരോട് തമാശ രൂപേണ സംസാരിക്കാൻ അവർക്കിഷ്ടമായിരുന്നു. അവർ ചോദിച്ചു, ശരീരത്തിന് ജാതിയുണ്ടോ? രക്തത്തിന് ജാതിയുണ്ടോ? അസ്ഥിക്ക് ജാതിയുണ്ടോ? എന്തിനാണ് ജാതിയുള്ളത്? ശിഷ്യൻ അത്ഭുതപ്പെട്ടു. അല്ല അല്ല, ഇവയ്ക്കൊന്നും ജാതി ഉണ്ടാകില്ല. കാരണം ഇവയെല്ലാം വെറും പഞ്ചഭൂതങ്ങളാണ്. അതിനെങ്ങനെ ജാതി ഉണ്ടാകും? ഇത് വെറും മണ്ണാണ്. മണ്ണിനെങ്ങനെയാണ് ജാതി ഉണ്ടാകുന്നത്? ശരി, എങ്കിൽ ശുദ്ധമായ ആത്മാവിന് ജാതിയുണ്ടോ? ഇതൊരു ഉപനിഷത്താണ്, വേദാന്തമാണ്. ശിഷ്യൻ വീണ്ടും പറഞ്ഞു, ആത്മാവിന് ജനനമില്ലല്ലോ സർ, പിന്നെ എങ്ങനെ അതിന് ജാതി ഉണ്ടാകും? ആത്മാവിന് പേരോ രൂപമോ വലിപ്പമോ സ്ഥാനമോ ഒന്നുമില്ല. അതിന് ഗുണങ്ങളില്ല. അതിന് എങ്ങനെ ജാതി ഉണ്ടാകും? അദ്ദേഹം ചോദിച്ചു, എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ എന്താണ് ജാതിയെന്ന്? ജാതി എന്നത് മനസ്സിന്റെ ഒരു സങ്കല്പം മാത്രമാണ്. ജാതി ശരീരത്തിലോ ആത്മാവിലോ ഇല്ല, അത് മനസ്സിൽ മാത്രമാണുള്ളത്. അത് മനുഷ്യനുണ്ടാക്കിയതാണ്. അതിപ്പോൾ തന്നെ ഉപേക്ഷിക്കൂ. എന്നാൽ അത് ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് ആത്മജ്ഞാനം ആവശ്യമാണ്.